അഭിവന്ദ്യ ഗുരുജനങ്ങളെ, സ്നേഹനിധികളായ ഗുരു TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശിഷ്ട കൃതിയായ ദൈവദശകത്തെ അധികരിച്ചുള്ള പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്നത്. 10ാമത്തെ പദ്യം അതിങ്ങനെയാണ്: ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അങ്ങനെ ഈ 10ാമത്തെ പദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ പദ്യത്തിന്റെ പൊതുവായ ചില സവിശേഷതകൾ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് അതിന്റെ വാച്യമായ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആഴമേറും നിൻ മഹസ്സാം. ആഴമേറും എന്ന് പറയുമ്പോൾ അത്യധികമായ അഗാധമായ ആഴമുള്ള ആഴി, സമുദ്രം. ആഴമേറും നിൻ മഹസ്സാം. മഹസ് എന്ന് പറയുമ്പോൾ തേജസ്. അപ്പോൾ ഈശ്വരനെ, ഗുരുദേവൻ അല്ലെങ്കിൽ ഈശ്വരന്റെ തേജസ്സിനെ ഗുരുദേവൻ ഇവിടെ ഒരു സമുദ്രവുമായി താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആഴമുള്ള മഹാസമുദ്രത്തിന്റെ ആ തേജസ്സാർന്ന ആ മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും അതിൽ ലയിക്കണമേ. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. അപ്പം ആഴമേറിയ ആനന്ദ സ്വരൂപനായ ഈശ്വരന്റെ ആ ആഴത്തിലേക്ക്, അഗാധത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും മുങ്ങുമാറാകണമേ. അതുപോലെ തന്നെ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ എന്ന് പറഞ്ഞിട്ട് ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അങ്ങനെ ആ സമുദ്രത്തിന്റെ ആ മഹാ തേജസ് ആകുന്ന ആ മഹാസമുദ്രത്തിന്റെ അഗാധത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടും മുങ്ങുമാറാകണമേ എന്ന് മാത്രമല്ല, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അവിടെ അങ്ങനെ വാഴണം, അവിടെ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യണം എപ്പോഴും. വാഴണം വാഴണം നിത്യം, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. സുഖം എന്ന് പറയുമ്പോൾ അവിടെ കേവല സുഖമല്ല ഉദ്ദേശിക്കുന്നത്, ഭാഗ്യം, മഹാഭാഗ്യം. അത് മഹാഭാഗ്യമാണ്. അപ്പൊ ആ അർത്ഥം ഒന്നും കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ട കാര്യം ഒന്നും കൂടെ പറയുകയാണ്. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇവിടെ നമുക്ക് ഒരു പൊതുവായ സവിശേഷത ഈ ഗുരുദേവന്റെ ദൈവദശകത്തിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പദ്യം, ദൈവദശകത്തിന്റെ തുടക്കമെന്ന നിലയിലെ ആദ്യത്തെ പദ്യം, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിഞ്ഞു ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവി വൻ തോണി നിൻപദം. ഇവിടെ സമുദ്രത്തിന്റെ ഒരു പരാമർശനം ആദ്യത്തെ പദ്യത്തിലും ഗുരുദേവൻ പ്രത്യേകം എടുത്തു കാണിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു പൊതുവായ പ്രത്യേകതയെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പദ്യത്തിലെ, ദൈവദശകത്തിലെ ആദ്യത്തെ പദ്യത്തിൽ ഗുരുദേവൻ നമ്മെ അല്ലെങ്കിൽ ഭക്തരെ, ഭവസാഗരത്തിൽ കിടന്നുഴലുന്ന ഭക്തനെ മറുകരയെത്തിക്കാൻ അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്താന് അവിടെ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവസാനത്തെ പദ്യം വരുമ്പോഴോ, 10ാമത്തെ പദ്യത്തിൽ ഭവസാഗരത്തിൽ കിടന്നുഴലുന്ന ഭക്തനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അതേ ഭക്തൻ അവസാനത്തെ പദ്യത്തിൽ എന്താണ് പറയുന്നത്?
ആ ഭവസാഗരത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതല്ല, ആ ഭഗവാനിൽ തന്നെ ലയിച്ചു ചേരാനുള്ള ആ ഒരു വ്യഗ്രത, ആഗ്രഹം, അദമ്യമായ ആഗ്രഹമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അപ്പം ഭവസാഗരം തുടക്കമെങ്കില് അവസാനം എന്താണ്? ആനന്ദസാഗരമാണ്. ആനന്ദസാഗരത്തിൽ ആ ഭക്തൻ ആ ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ചു ചേരാനുള്ള അവന്റെ അദമ്യമായ ആഗ്രഹം, ആവേശം, അഭിനിവേശം, അതാണ് ഇവിടെ ഈ പദ്യത്തിലൂടെ നമുക്ക് പ്രകടമാകുന്നത്. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. ഇവിടെ മഹസ് എന്ന് പറയുന്ന ആ പദം, ആ വാക്ക് പ്രത്യേകം സവിശേഷത അർഹിക്കുന്നു. ആഴമേറും നിൻ മഹസ്, മഹസ് എന്ന് പറയുമ്പോൾ തേജസ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ചൈതന്യ സ്വരൂപനാണ്, അതൊരു ചൈതന്യ പ്രതിഭാസമാണ്. അപ്പം ഗുരുദേവൻ ബോധപൂർവം ഈശ്വരന്റെ ആ എന്താണ് ആ ചൈതന്യത്തെ, ആ പ്രകാശധാരയെ ഒരു വലിയ സാഗരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഒരു സാദൃശ്യം മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഗുരുദേവൻ ബോധപൂർവം തുടക്കത്തിലും അവസാനവും ഈ സമുദ്രത്തെ കൂട്ടുപിടിച്ചിരിക്കുന്ന കാഴ്ച വളരെ ചിന്താനിർഭരമാണ് എന്ന് തന്നെ പറയാം.